Hello everyone, welcome once again to my channel Incredible Akesh. എന്നത്തെയും പോലെ ഇന്നും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ടോപ്പിക് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സെന്റൻസസ് അതാണ് നമ്മൾ നോക്കുന്നത്. ഡേ ടു ഡേ കോൺവെർസേഷനിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇൻക്ലൂഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവുന്ന കുറച്ച് സെന്റൻസസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡിലേ ഇല്ലാതെ നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഇതാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലൊരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂ ഒന്ന് ഫിക്സ് ചെയ്യണം, അതിനെ ഒന്ന് സോൾവ് ചെയ്യണം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു, നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഐ ആം ഓൺ ഇറ്റ്. ഐ ആം ഓൺ ഇറ്റ്. ഐ ആം ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ മുകളിലാണ് എന്നല്ല, ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കാഷ്വൽ ആയിട്ട് പറയാവുന്ന ഒന്നാണ് ഐ ആം ഓൺ ഇറ്റ്. നെക്സ്റ്റ്, നമ്മളിപ്പം ഒരാളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളൊരു എന്താണ് ഇതിങ്ങനെ വേണം ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥത്തിലായിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനിത് കാര്യമായി പറഞ്ഞതാണ്, ഐ മീൻ ഇറ്റ്, വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അത് ഒരു മാറ്റവും ഇല്ല. നമുക്കതിനെ വേണേ വാർണിംഗ് ആയിട്ട് നമുക്ക് പറയാം, ഇനി ഡിസ്റ്റർബൻസ് പാടില്ല, ഐ മീൻ ഇറ്റ് എന്ന് വെച്ചാൽ ഇനി ഡിസ്റ്റർബ് ചെയ്താൽ അതിനുള്ള ആക്ഷൻ ഉണ്ടാവും. അപ്പൊ ഐ മീൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിത് കാര്യമായി തന്നെ പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ്, ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ പറയുമ്പം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വാട്ട് ഐ മെന്റ് വാസ് ദാറ്റ് എന്ന് നമ്മൾ പറയും. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വാട്ട് ഐ മെന്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, വാട്ട് ഐ മെന്റ് ഈസ് ഓർ വാട്ട് ഐ മെന്റ് വാസ് ദാറ്റ് എന്ന് നമുക്ക് പറയാം. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വച്ചാൽ അത് നമ്മൾ പറയാറുണ്ട്. അപ്പൊ വാട്ട് ഐ മെന്റ് വാസ് ദാറ്റ് ഓർ വാട്ട് ഐ മെന്റ് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ്, നമ്മൾ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ, എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ദയവായി എന്നോട് ക്ഷമിക്കൂ, ക്ഷമിച്ചാലും എന്ന് നമ്മൾ പറയും. അതിന് നമുക്ക് പറയാം പ്ലീസ് പാർഡൺ മീ, എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് പാർഡൺ മീ. അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന വേറൊരു സെന്റൻസ് ആണ്, ഇപ്പൊ നമ്മളോടൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഇച്ചിരി വൈകിപ്പോയി, അത് ചെയ്യാൻ ഇത്തിരി വൈകിപ്പോയി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് വൈകിപ്പോയി. അപ്പൊ നമുക്ക് അവരോട് പറയാം, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവര് വളരെ ദേഷ്യത്തിലാണ്. അപ്പൊ നമുക്ക് അവരോട് പറയാം പ്ലീസ് ബെയർ വിത്ത് മീ വൈൽ ഐ കംപ്ലീറ്റ് ദിസ് ടാസ്ക് ഓർ വൈൽ ഐ കംപ്ലീറ്റ് ദിസ് വർക്ക്. എന്തെങ്കിലും വോട്ടെവർ, വർക്ക് ആവാം, ജോബ് ആവാം, ടാസ്ക് ആവാം, എന്ത് വേണേ ആയിക്കൊള്ളട്ടെ, ഏത് കാര്യമാണെങ്കിലും ഞാനത് ചെയ്യുന്ന സമയം വരെ എന്നോടൊന്ന് പേഷ്യൻ്റ് ആയിട്ട് നിൽക്കൂ, മീൻസ് എന്നോടൊന്ന് ക്ഷമിക്കൂ, ഒന്ന് ദയവായി സഹകരിക്കൂ എന്നുള്ള അർത്ഥമാണ് പ്ലീസ് ബെയർ വിത്ത് മീ വൈൽ ഐ കംപ്ലീറ്റ് ദിസ് ടാസ്ക്. നെക്സ്റ്റ്, തടസ്സപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിന് ഞാനൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം, അതിന് ഖേദിക്കുന്നു. ക്ഷമിക്കണം എന്നല്ല, ഖേദിക്കുന്നു, വിഷമിക്കുന്നു. അത് സോറി ടു ഇന്ററാക്ട്. അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് നമുക്ക് അർജന്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണം, അപ്പൊ ഓടി ചെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സോറി ടു ഇന്ററാക്ട്. സോറി ടു ഇന്ററാക്ട്. ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടയിൽ കയറുക, തടസ്സം സൃഷ്ടിച്ച് നമ്മൾ ഇടയിൽ കയറി നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് പറയാം സോറി ടു ഇന്ററാക്ട്. ഇനി ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിലും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് ബി സോ, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്നുള്ള മീനിങ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ബി സോ, അങ്ങനെ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ തന്നെ എന്നുള്ള മീനിങ് ആണ് ഈവൻ ഇഫ് ഇറ്റ് ബി സോ. നെക്സ്റ്റ്, അങ്ങനെ ആകട്ടെ. യെസ്, ഇഫ് യു അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ആകട്ടെ, ലെറ്റ് ഇറ്റ് ബി സോ, അങ്ങനെ സംഭവിച്ചോട്ടെ, അങ്ങനെ നടക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി സോ, അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പറയാം, ലെറ്റ് ഇറ്റ് ബി സോ. നെക്സ്റ്റ്, ചിലരുണ്ട് വളരെ ഈസി ഗോയിങ് ആറ്റിറ്റ്യൂഡ് ഉള്ളവര് അല്ലെ, ലീസ്റ്റ് ബോധേർഡ് ആണ്, വരുന്നത് പോലെ വരട്ടെ, എന്ത് സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ വരട്ടെ, വരാനുള്ളത് വരും, ആ ഒരു ആറ്റിറ്റ്യൂഡ്, എന്ത് സംഭവിച്ചാലും സാരമില്ല, വരുന്നത് പോലെ വരട്ടെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാം
കം വാട്ട് മേ, എന്ത് വേണേ സംഭവിച്ചോട്ടെ, എങ്ങനെ വേണേ വരട്ടെ, വരുന്നത് പോലെ വരട്ടെ എന്നുള്ള മീനിങ് ആണ് കം വാട്ട് മേ. കണ്ടതിൽ സന്തോഷം, ഗ്ലാഡ് ടു സീ യു. കണ്ടതിൽ സന്തോഷം, ഗ്ലാഡ് എന്ന് പറഞ്ഞ സന്തോഷം, ഗ്ലാഡ് ടു സീ യു. ഇനി എന്നെ അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലും, എന്നെ അവർക്കൊന്ന് പരിചയപ്പെടുത്തൂ, ഇൻട്രൊഡ്യൂസ് മീ ടു ദം. അവന് പരിചയപ്പെടുത്തി കൊടുക്കൂ, ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. അവനെ എനിക്ക് പരിചയപ്പെടുത്തൂ, ഇൻട്രൊഡ്യൂസ് ഹിം ടു മീ. നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഈ ഒരു എക്സ്പ്രഷൻ ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ, ഇങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്, ഇതാണ് കാര്യം, ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ്, ഈ പറഞ്ഞതാണ് ഞാൻ അന്വേഷിച്ചത്, ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചത്, ദിസ് ഈസ് ഇറ്റ്, ഇതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സാധനം അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം, ദിസ് ഈസ് ഇറ്റ്. മറ്റേ നമ്മൾ പറഞ്ഞത് ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇതെന്താ പറഞ്ഞത്, ഇതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം, ഈ പറഞ്ഞ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്, ദിസ് ഈസ് ഇറ്റ്. ഇപ്പറഞ്ഞതാണ് ഞാൻ അറിയാൻ ആഗ്രഹിച്ചത്, ദിസ് ഈസ് ഇറ്റ്. അപ്പം അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു, എന്തിനെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് ദിസ് ഈസ് ഇറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എല്ലാം ചെയ്തത് വെറുതെ ആയി. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ ഒന്നും പ്രയോജനപ്പെട്ടില്ല, എല്ലാം വെറുതെ ആയി. എവ്രിതിങ് വെന്റ് ഇൻ വെയിൻ. ഫ്യൂട്ടൈൽ എന്നൊരു വേർഡ് കൂടെ ഉണ്ട്, FUTILE. വെന്റ് ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ വെറുതെ ആയി. എവ്രിതിങ് വെന്റ് ഇൻ വെയിൻ. എന്നെ കുറിച്ചുള്ള ഇതാണ്, ഇതൊക്കെയാണ് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. നമ്മൾ ഡെഫിനറ്റ്ലി ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്ന ടൈമിൽ, നമ്മളെ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എന്നെക്കുറിച്ചെല്ലാം, ഓൾ അബൌട്ട് മീ. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള എല്ലാം, ദാറ്റ്സ് ഓൾ അബൌട്ട് മീ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മീ, ഓൾ അബൌട്ട് മീ, എന്നെക്കുറിച്ചെല്ലാം. ഓക്കെ, അതങ്ങനെ സംഭവിച്ചതിന് എന്താണ് കുഴപ്പം? അതിനെന്താണ്, അവരങ്ങനെ ചെയ്തോട്ടെ. വാട്ട് അബൌട്ട് ഇറ്റ്, എന്താണ് നീ ഉദ്ദേശിച്ചത്? വാട്ട് അബൌട്ട് ഇറ്റ്, അതെന്താണ്, അതിനെന്താണ്? വാട്ട് അബൌട്ട് ഇറ്റ്, ഇതെങ്ങനെയുണ്ട്? വാട്ട് അബൌട്ട് ദിസ്, വാട്ട് അബൌട്ട് ദിസ് ഐഡിയ, ഈ ഐഡിയ എങ്ങനെയുണ്ട്? വാട്ട് അബൌട്ട് ദിസ് ഐഡിയ, വാട്ട് അബൌട്ട് ദിസ് ഡ്രസ്, ഈ ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഇതെങ്ങനെയുണ്ട്? അപ്പം നമുക്ക് വാട്ട് അബൌട്ട് ദിസ് എന്നുള്ളത് പറഞ്ഞാൽ ഇതെങ്ങനെയുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അടുത്തത് അതാണ് നല്ലത്, ഇപ്പം അറിഞ്ഞ കാര്യമാണ് നല്ലത്, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ദാറ്റ്സ് ബെറ്റർ. ആദ്യം പറഞ്ഞതിൽ നിന്ന് ഇതായിരിക്കും നല്ലത്, ദിസ് ഇസ് ബെറ്റർ, ഇത് ദിസ് ഇസ് ബെറ്റർ, ദാറ്റ്സ് ബെറ്റർ, അതാണ് നല്ലത്, ദാറ്റ് ഈസ് ബെറ്റർ, അതാണ് നല്ലത്. അടുത്തത് നമ്മൾ പറയില്ലേ, അതെ ഞാൻ പറയാൻ വന്നു പക്ഷെ വിട്ടുപോയി, നാവിൻ്റെ തുമ്പിലുണ്ട്, നാവിൻ്റെ തുമ്പത്തുണ്ട്. നമ്മൾ എങ്ങനെ പറയും? ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്, ടിപ്പ് ഓഫ് മൈ ടങ്, ഇറ്റ്സ് ഓൺ മൈ ടങ്, ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്, എൻ്റെ നാവിൻ തുമ്പിലുണ്ട് എന്ന് നമുക്ക് പറയാം. ടിപ്പ് ഓഫ് മൈ ടങ്. പെട്ടെന്ന് ചെയ്യൂ, സമയമില്ല, വേഗം ചെയ്യൂ, പെട്ടെന്ന് ചെയ്യൂ, ഹറിയ പ്ലീസ്, പ്ലീസ് ഇല്ലാതെയാണ് പെട്ടെന്ന് ചെയ്യൂ, ദയവായി പെട്ടെന്ന് ചെയ്യൂ, ഹറിയ പ്ലീസ്. അപ്പൊ ഹറിയ പെട്ടെന്ന് ചെയ്യൂ അല്ലെങ്കിൽ വേഗം ചെയ്യൂ, ഹറിയ, ഹറിയ ചിൽഡ്രൻ എന്നൊക്കെ ടീച്ചേഴ്സ് പറയും. പെട്ടെന്ന് ചെയ്യൂ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യൂ, ഹറിയ. സ്ലീപ്പ് ഓൺ ഇറ്റ്. സ്ലീപ്പ് ഓൺ ഇറ്റിന് ഞാൻ ഇംഗ്ലീഷിലാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. തിങ്ക് ഓവർ നൈറ്റ്, അതായത് ഒരു രാത്രി മുഴുവൻ കടന്ന് ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി നമ്മൾ കൊടുക്കണം. അപ്പം നമ്മളോട് ഒരു കാര്യം വന്ന് പറഞ്ഞു, അതിനുള്ള മറുപടി നമ്മൾ പറയണം. അപ്പോൾ അവർ നമ്മളോട് പറയാണ് സ്ലീപ്പ് ഓൺ ഇറ്റ്. വളരെ കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ. ഇങ്ങനെ മാത്രമല്ല വേറെയും എക്സ്പ്രഷൻസ് ഉണ്ടാവും. അപ്പം സ്ലീപ്പ് ഓൺ ഇറ്റ് എന്നൊരാൾ നമ്മളോട് പറഞ്ഞു സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി മുഴുവൻ സമയമെടുത്ത് നീ ചിന്തിക്കൂ. തിങ്ക് ഓവർ നൈറ്റ്. തിങ്ക് ഓവർ നൈറ്റ് ഇച്ചിലൂടെ ഫോർമൽ ആയിട്ടൊരു ലാംഗ്വേജ് ആണ്. ഇന്ന് രാത്രി മുഴുവൻ സമയമെടുത്ത് നീ ആലോചിച്ചൊരു മറുപടി പറയൂ എന്നാണ് ഇത് രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ലീപ്പ് ഓൺ ഇറ്റ് നമ്മൾ കാഷ്വൽ ആയിട്ടുള്ളത്, തിങ്ക് ഓവർ നൈറ്റ് നമ്മൾ ഒന്നുകൂടി ഒരു ഫോർമൽ ആയി. ഓക്കെ, ബോത്ത് മീൻസ് ദ സെയിം. സ്ലീപ്പ് ഓൺ ഇറ്റ് രാത്രി മുഴുവൻ എടുത്ത് ചിന്തിച്ച് മറുപടി പറയൂ. സ്ലീപ്പ് ഓൺ ഇറ്റ് രാത്രി മുഴുവൻ എടുത്ത് ചിന്തിക്കൂ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫോർ ദാറ്റ് മാറ്റർ, അത് സംബന്ധിച്ച് അല്ലെങ്കിൽ അതേപോലെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ,
ഫോർ ദാറ്റ് മാറ്റർ എന്നുള്ളതിന് ഈ 3 എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫോർ ദാറ്റ് മാറ്റർ അത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഫോർ ദാറ്റ് അതിനു വേണ്ടി, അതുപോലെ ഈ മീനിങ്ങും വരുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഇറ്റ് വിൽ ചേഞ്ച്. സോ ഫോർ ദാറ്റ് ഓർ ഫോർ ദാറ്റ് മാറ്റർ അത് സംബന്ധിച്ച്, അല്ലെങ്കിൽ അതേപോലെ, ഫോർ ദാറ്റ് മാറ്റർ അതേപോലെ, ഓർ യഥാർത്ഥത്തിൽ എന്നൊരു മീനിങ്ങും കൂടെ അതിന് വരുന്നുണ്ട്. അത് അത്ര എപ്പോഴും കാണുന്ന ഒന്നല്ല. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ദാറ്റ് മാറ്റർ അതിനു വേണ്ടി, അത് സംബന്ധിച്ച് എന്നുള്ള മീനിങ് ആണ്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മീനിങ് മാറും. ഓക്കെ, അടുത്തത് എന്തൊരു കഷ്ടമായി ഇത്, എന്തൊരു കഷ്ടം, വാട്ട് എ പിറ്റി, എന്തൊരു കഷ്ടമായി പോയി, വാട്ട് എ പിറ്റി, എന്തൊരു കഷ്ടം, എക്സ്ക്ലമേഷൻ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വിശ്വസിക്കുക, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചോളൂ, ഉറപ്പായും ഇത് തന്നെ ഇങ്ങനെ തന്നെ കിട്ടും, നിനക്ക് ഇതെല്ലാം റെഡിയാവും. ടേക്ക് മൈ വേർഡ്, എന്റെ വാക്ക് വിശ്വസിച്ചോളൂ, സംഭവിക്കും, നന്നായി വരും. ടേക്ക് മൈ വേർഡ്, ഡു യുവർ വർക്ക്, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ടേക്ക് മൈ വേർഡ് എന്ന് വെച്ചാൽ ഉറപ്പിച്ചോളൂ, നിനക്ക് ഇതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ വിചാരിച്ച കുറച്ച് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ കുറച്ച് സെന്റൻസസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് സെന്റൻസസും ഉണ്ടാവും, സെന്റൻസസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തു എന്നുള്ളതിൽ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇതേ കാര്യങ്ങൾ നമുക്ക് വേറെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. കുറച്ചുകൂടെ ടഫ് ലാംഗ്വേജ് കാണും, കുറച്ചുകൂടെ ലൈറ്റ് ലാംഗ്വേജ് കാണും, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് കാണും. അപ്പൊ എന്തായാലും ഇത് കൂടുതലും നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള നമ്മുടെ കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോർമൽ ലാംഗ്വേജ് എന്ന് എല്ലാവരും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആകും എന്ന് കരുതുന്നു. അപ്പൊ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് like and share with your friends and relatives. See you soon with another helpful video. Bye.